ഹായ് ഓൾ, ദിസ് ഇസ് ലാസ്റ്റ് തേഴ്സ്ഡേ ഈവനിങ് 3:30 ആകുമ്പോഴത്തേക്ക് എനിക്ക് സ്കൂളിൽ നിന്ന് ഇറങ്ങാം. വീട്ടിൽ വന്നാൽ കുറച്ച് നേരം കിടന്നുറങ്ങിയിട്ടാണ് ഞാൻ വൈകിട്ടത്തെ പരിപാടികൾ തുടങ്ങുന്നത്. ആലൻ ചിക്കൻ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അതൊക്കെ ക്ലീൻ ചെയ്ത് ഊറ്റാനായിട്ട് വെച്ചു. ഇത് ഞാൻ അന്ന് കാണിച്ച പിങ്കിന്റെ തന്നെ ഒരു മെറൂൺ ആണ് വിത്ത് വൈറ്റ് സ്റ്റാർസ്. മെറ്റേണിറ്റി വെയർ തന്നെയാണ്. സെന്ററിൽ സിബും ഒക്കെ ഉണ്ട്. ലിങ്ക് ഞാൻ സൈഡിൽ കൊടുത്തേക്കാം. നൈറ്റിയുടെ കംഫർട്ട് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്, പക്ഷേ എന്നാൽ നൈറ്റി ഇടാൻ ഇഷ്ടവുമല്ല. അപ്പം അങ്ങനെയാണ് നിങ്ങളുമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ചിക്കൻ കറി വെക്കാനായിട്ട് ഞാൻ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും 2 സവാളയും 2 ഉരുളക്കിഴങ്ങും തക്കാളിയും ഒക്കെ വൃത്തിയാക്കി എടുത്തു. ഇഞ്ചിയും വെളുത്തുള്ളിയും വിനാഗിരി ചേർത്ത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആക്കി. കമ്മിങ് സൺഡേ എനിക്ക് ചിക്കൻ മലായി വെക്കാനായിട്ടൊരു പ്ലാൻ ഉണ്ട്. അപ്പോൾ അതിന് നമ്മൾ മുളക് പൊടിയൊന്നും ചേർക്കാൻ പാടില്ല. അതിനുള്ള പീസസ് മാത്രം ഉപ്പും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇട്ട് മാറ്റി വെച്ചു. ബാക്കി എല്ലാം കൂടെ ഒരുമിച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഗരം മസാലയും മുളക് പൊടിയും കാശ്മീരി മുളക് പൊടിയും എല്ലാം കൂടെ ചേർത്ത് മാരിനേറ്റ് ചെയ്ത് വെക്കാം. ലഞ്ചിന്റെ ബാക്കി കുറച്ച് ചോറും ചാറുകറിയൊക്കെ ഇരിപ്പുണ്ട്. ചിക്കൻ കറി ആക്കി കഴിഞ്ഞാൽ പിള്ളേർക്ക് ഡിന്നറിന് ചോറും കൊടുക്കാം, ഞങ്ങൾക്ക് ചപ്പാത്തി എടുക്കാം. രാത്രി കറി വെക്കുന്നതിന്റെ മറ്റൊരു സുഖം എന്തെന്ന് വെച്ചാൽ രാവിലെ കുറച്ച് അധികം നേരം കിടന്ന് ഉറങ്ങാൻ പറ്റും. കറി ഇരിപ്പുണ്ടല്ലോ, എന്തെങ്കിലും വെജിറ്റബിൾ മാത്രം തട്ടിക്കൂട്ടി ആക്കിയാൽ മതി. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പൊടികളൊക്കെ ഇട്ട് ഇതെല്ലാം കൂടെ ഒന്ന് സെറ്റാക്കി വെച്ചു. മലായി ഉണ്ടാക്കാനായിട്ട് കുറച്ച് മഞ്ഞപ്പൊടിയും ഇത്തിരി പെപ്പർ പൗഡറും കൂടെ ഞാൻ ചേർത്തിട്ടുണ്ട് കേട്ടോ. ഒരു ദിവസം മന്തി വെച്ചാലോ എന്നും ഒരു ആലോചനയുണ്ട്. അപ്പം അതിനുള്ളതും വറുക്കാനുള്ളതും കറിക്കുള്ളതും എല്ലാം ഇനി ഇതിൻ്റെ അകത്തുനിന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കണം. ഇത്തിരി ചിക്കൻ മസാല ഇരുന്നത് ഞാൻ അതും കൂടെ ഇട്ട് പുരട്ടി കൊടുത്തു. അങ്ങനെ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ഫ്രിഡ്ജിൽ നിന്ന് എടുക്കാനുള്ള ഓരോ ബോക്സുകളും ദേ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. എല്ലാം അടുക്കി പിറക്കി ഫ്രീസറിൽ കൊണ്ടുവയ്ക്കാം. ഓരോ ദിവസം വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ഞാൻ ചിന്തിച്ചു തുടങ്ങും നാളെ എന്താണ് ലഞ്ചിന് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ എന്താണ് മനസ്സിൽ പ്ലാൻ വരുന്നത് അതിനനുസരിച്ച് ഇതിന്ന് ഓരോ ബോക്സ് സെലക്ട് ചെയ്ത് ചില്ലറിലോട്ട് തൊട്ട് താഴെയുള്ള റാക്കിലേക്ക് എടുത്തു വെക്കും. ചിക്കൻ കറി ഉണ്ടാക്കാനായിട്ട് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിരുന്ന സാധനങ്ങളൊന്നും അരിഞ്ഞിട്ടില്ലായിരുന്നു. ഇനി അതെല്ലാം ഓരോന്നായിട്ട് നമുക്ക് അരിഞ്ഞു മാറ്റാം. ചിക്കൻ കറിയിൽ ഞാൻ ഇന്ന് ഉരുളക്കിഴങ്ങും കൂടി ഇടുന്നുണ്ട് കേട്ടോ. ഒരു വലിയ സവാളയും പിന്നെ ഫ്രിഡ്ജിൽ ഇരുന്ന് വെച്ച ഒരു 1/2 സവാളയും കൂടെ ഞാൻ അരിഞ്ഞു മാറ്റി. ലിങ്കിൽ എപ്പോഴും ഞാൻ ഈ 3 നൈഫും ഒരുമിച്ചാണ് കൊടുക്കാറുള്ളത്. പക്ഷേ ഏതെങ്കിലും ഒന്ന് യൂസ് ചെയ്യുന്നതേ നിങ്ങളെ കാണിക്കാറുള്ളൂ. അതുകൊണ്ടാണ് ഞാനത് 3 ഇന്നിപ്പോൾ ഫ്രെയിമിൽ കാണിച്ചത് കേട്ടോ. ഞാൻ ചിക്കൻ കറി കുക്കറിലാണ് വെക്കുന്നത്. ഇത് ടപ്പേ നങ്ങാവും. ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് സവാള ഇട്ട് സവാള നല്ല രീതിക്ക് ഒരു ബ്രൗൺ ആവുന്നത് വരെ ഞാൻ നല്ലപോലെ വഴറ്റി കൊടുക്കും. സവാള വഴന്നു വരുന്ന നേരം കൊണ്ട് ഇപ്പം നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള പാത്രങ്ങളൊക്കെ അങ്ങ് കഴുകി മാറ്റിയിട്ട് സവാളയിലേക്ക് മുഴുവൻ മസാലകളായ പട്ടയും ഗ്രാമ്പുവും ഒരു ബേ ലീഫും ഒക്കെ കൂടി ഇട്ടു. പൊടികളായിട്ട് മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും മുളക് പൊടിയും കാശ്മീരി മുളക് പൊടിയും ഇത്തിരി ഗരം മസാലയും. പൊടികൾ മൂത്ത് വന്നപ്പോഴത്തേക്ക് നമ്മളിപ്പോൾ അരിഞ്ഞു വെച്ച കൂട്ടെല്ലാം കൂടി ഇട്ട് കൊടുത്ത് ചിക്കനും തട്ടിയിട്ട് കെറ്റിൽ ഇത്തിരി ചൂടുവെള്ളം ഉണ്ടാക്കി അത് ഒഴിച്ച് മേലെ കറിവേപ്പിലയിട്ട് ഇനി അടച്ചു വെച്ച് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഒരു വിസിലടിക്കുന്നവരെ വേവിച്ചെടുക്കാം. ചിക്കൻ കറി ആവുന്ന ടൈം കൊണ്ട് അപ്പുറത്ത് എനിക്കും അതിനുള്ള ചപ്പാത്തി ഞാനങ്ങ് ഉണ്ടാക്കി. പിള്ളേർക്കായിട്ട് ഇതേ ചോറും ചാറുകറിയും ചിക്കൻ കറിയും ഒക്കെ എടുത്തു. ഇനി മല്ലനും മഹാദേവനും കൂടെ ഇത് വാരി കൊടുക്കണം. നിലൂന് ഇപ്പോൾ കാർത്തു ഒന്നും കാണണ്ട, അയ്യോ പണിപാളിയിലോ കാണുന്നതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. ക്യാരംസ് കളിക്കുന്നിടത്ത് നിന്ന് അലൻ എത്താനായിട്ട് ഇനിയും വൈകും. ഞാനും ഭക്ഷണം കഴിച്ചു. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.